ഹരേ രാമ ഹരേ കൃഷ്ണ. അക്ഷയ തൃതീയയ്ക്ക് അപൂർവ ഗ്രഹസംഗമം. ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഗജകേസരി യോഗമാണ്. അപൂർവ ഭാഗ്യം വന്നു ചേരുന്നത് 100 വർഷത്തിനു ശേഷമാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ് നാം പൊതുവെ അക്ഷയ തൃതീയയായി ആചരിക്കാറുള്ളത്. ഈ ദിനത്തിൽ ഈശ്വര കടാക്ഷം ലഭിച്ചാൽ സമ്പത്തിനോ ഐശ്വര്യത്തിനോ ആരോഗ്യത്തിനോ യാതൊരു കോട്ടവും സംഭവിക്കില്ല. ചില പ്രത്യേക വസ്തുക്കൾ നമ്മൾ ദാനം ചെയ്യുന്നതും വാങ്ങുന്നതും ഏറെ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇത്തരം കാര്യങ്ങൾ അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്നത് വീടിന് ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പത്തുമെല്ലാം വന്നു ചേരുന്നതാണ്. പിന്നെ പ്രത്യേക കാര്യം, ഇത് എല്ലാം നമ്മൾ വളരെയധികം വിശ്വാസത്തോടെ ചെയ്യണം എന്നു മാത്രം. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുക എന്നത് മാത്രമല്ല, ആ ദിനം നാം ചില പ്രത്യേക വസ്തുക്കൾ ദാനം നൽകുന്നത് ഏറെ നല്ലതാണ്. അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, പല വ്യഞ്ജനം, മധുര പലഹാരം എന്നിവയെല്ലാം ഈ ദിവസം നമ്മൾ ദാനം ചെയ്യുന്നത് ഏറെ ശ്രേഷ്ഠമാണ്. ഈ ദിവസം പായസമുണ്ടാക്കി മറ്റുള്ളവർക്ക് നൽകുന്നതും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ശുഭകാര്യങ്ങൾ മംഗളകരമായ സമയത്തിൽ ചെയ്യണമെന്നാണ് ഹിന്ദു വിശ്വാസം. ജ്യോതിഷപ്രകാരം ഗ്രഹസ്ഥാനങ്ങളും സംയോഗങ്ങളുമെല്ലാം നക്ഷത്രങ്ങളെ നോക്കിയാണ് മംഗളകരമായ സമയം നിശ്ചയിക്കുന്നത്. ജ്യോതിഷത്തിൽ നിരവധി മംഗളകരമായ യോഗങ്ങളും നക്ഷത്രങ്ങളുമുണ്ട്. ശുഭസമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിൽ കലാശിക്കുന്നതാണ്. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമെന്ന് കരുതപ്പെടുന്ന അക്ഷയ തൃതീയയാണ് വരാൻ പോകുന്നത്. ഹിന്ദു സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ദിവസമാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാം ദിവസമാണ് അക്ഷയ തൃതീയ. എല്ലാ കാലവും നിലനിൽക്കുന്നത് എന്നതാണ് അക്ഷയ എന്ന വാക്കിന്റെ അർത്ഥം. തൃതീയ എന്നാൽ അമാവാസിക്ക് ശേഷമുള്ള 3-ാം ദിവസം എന്നതാണ്. അക്ഷയ തൃതീയ 2024 മെയ് 10-നാണ് ഈ വർഷത്തെ അക്ഷയ തൃതീയ. ഈ ദിവസം ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാലവും നിലനിൽക്കും. ബിസിനസ് തുടങ്ങുവാനും പുതിയ ജോലി ആരംഭിക്കുവാനുമെല്ലാം, അതുപോലെ ഗൃഹപ്രവേശനത്തിനും മതപരമായ ചടങ്ങുകൾക്കുമെല്ലാം ആളുകൾ അക്ഷയ തൃതീയ ദിവസം തിരഞ്ഞെടുക്കാറുണ്ട്. അക്ഷയ തൃതീയയിലെ അപൂർവ യോഗങ്ങളാണ്. ഇത്തവണ അക്ഷയ തൃതീയയുടെ ഐശ്വര്യത്തോടൊപ്പം ജ്യോതിഷപ്രകാരമുള്ള മറ്റ് ചില അപൂർവ ശുഭയോഗങ്ങളും ഈ നാളിൽ രൂപപ്പെടുന്നുണ്ട്. അക്ഷയ തൃതീയ നാളിൽ ഏകദേശം 1 നൂറ്റാണ്ടിന് ശേഷം ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും സംയോഗം ഉണ്ടാകുന്നത്. ഇതിലൂടെ ഗജകേസരി യോഗം രൂപപ്പെടുകയും ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഗജകേസരി യോഗത്തിനു പുറമെ ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും സംയോഗത്തിലൂടെ രവിയോഗം, മാളവ്യയോഗം, ഉത്തം യോഗം എന്നിവയും രൂപപ്പെടും. ഈ മഹാസൗഭാഗ്യം ഏതൊക്കെ രാശിക്കാർക്കാണ് വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അക്ഷയ തൃതീയയുടെ ശുഭയോഗങ്ങൾ അനുഭവിക്കുവാൻ ഭാഗ്യമുള്ള രാശിയായി മേടമാണ്. ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം വന്നു ചേരുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് അനുകൂലമായ സമയമാണ് മുന്നിലുള്ളത്. സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി നേടുകയും ഭൂമിയോ വാഹനമോ വാങ്ങുകയും ചെയ്യും. മേടം രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ്. അതുപോലെ തന്നെ പൂർത്തിയാകാതെ നിങ്ങൾ വെച്ചിരുന്ന ജോലികൾ ഈ സമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ചില പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടതായി വരും. കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കുവാൻ അല്പം കഠിനാധ്വാനം ആവശ്യമാണ്. പുതിയ ബിസിനസ് നിക്ഷേപങ്ങൾ നടത്തുവാനൊരുങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം ഉയരങ്ങളിൽ എത്തുന്നതാണ്.
തന്മൂലം ചിലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അല്പം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വളരെയധികം ദൃഢമായി തീരുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് അക്ഷയ തൃതീയയുടെ ഭാഗമായി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നുചേരും. സ്വർണം, വെള്ളി, വാഹനം, ഭൂമി ഇവയെല്ലാം വാങ്ങിക്കാൻ വളരെ അനുകൂലമായ സമയമാണ് നിങ്ങൾക്കിത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ ഏറെ നാളുകളായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും. പല കാര്യങ്ങളിലും പുരോഗതി പ്രകടമാകും. ജോലിയിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതോടൊപ്പം തൊഴിലിടത്തിൽ നിങ്ങളുടെ ബഹുമാനം വളരെയധികം വർദ്ധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം സ്നേഹം നിങ്ങൾക്ക് അനുഭവപ്പെടും. ജോലിയിൽ പുരോഗതി വളരെയധികം ഉണ്ടാകും. ചെലവുകൾ കൂടുവാനിടയുണ്ട്. തിരക്കിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ചില നഷ്ടങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങരാശിയിൽ ജനിച്ച ആളുകൾക്ക് അക്ഷയ തൃതീയ നാളിലെ ഗജകേസരി യോഗം വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. ജോലിയിൽ ആഗ്രഹിച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആലോചിക്കുന്ന ആളുകൾക്ക് ഇത് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇതിനകം ബിസിനസ് രംഗത്തുള്ളവർക്ക് വളരെയധികം ലാഭം കൊയ്യുവാൻ പറ്റിയ സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയാണ് മറ്റൊരു നേട്ടം. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കടങ്ങളും വീട്ടുവാൻ സാധിക്കും. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും. നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം വളരെയധികം സമയം ചെലവഴിക്കുവാനുള്ള അവസരം വന്നെത്തുന്നതാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ബന്ധുക്കളിൽ നിന്നും സന്തോഷകരമായ അനുഭവം ഉണ്ടാവുന്നതാണ്. സർക്കാർ ജോലിയുള്ള ആളുകൾക്കും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കും നല്ല വാർത്തകൾ വന്നു ചേരും. അധിക ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നതാണ്. വരവ് ചിലവ് കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.